അഴിമതിക്കാർക്കുമുണ്ട് മോദി ഗ്യാരണ്ടികൾ. ഏത് കടുത്ത കറയുള്ള അഴിമതിയായാലും അഴിമതിക്കാരെ മോദിയുടെ വാഷിംഗ് മെഷീനിലിട്ടാൽ കറ കളഞ്ഞു കൊടുക്കപ്പെടും. ഡ്രൈ വാഷിംഗ് ആണ്, അലക്കി ഉണക്കി ഇസ്തിരി ഇട്ട് കൊടുക്കും. അതേസമയം തന്നെ ഗ്യാരണ്ടി ഉറപ്പാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. പ്രതിപക്ഷത്തിനും വിമർശകർക്കും നേരെ തുടലഴിച്ചു വിട്ടിരിക്കുകയാണ് രാജ്യത്തെ ഉന്നത അന്വേഷണ ഏജൻസികളെ. ഇഡിയും CBIയും ആദായ നികുതി വകുപ്പും NIAയും എല്ലാം മോദിയുടെയും അമിത്ഷായുടെയും ശത്രുതയ്ക്ക് പാത്രമായവരെ നേരിടാനുള്ള ആയുധങ്ങളെന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ അട്ടിമറി, എതിർപക്ഷത്തെ ഭയപ്പെടുത്തി കാലുമാറ്റലും കാലുവാരിക്കലും, അതിന് വഴങ്ങാത്തവരെ നിശബ്ദരാക്കൽ, ചോദ്യം ചെയ്യുന്നവരെയും വിമർശിക്കുന്നവരെയും ജയിലിലടക്കൽ, മാധ്യമങ്ങളെ ചൊൽപ്പടിയിലാക്കൽ എന്നിങ്ങനെ BJPയുടെ ഏജൻസി പണികൾ പല വിധത്തിലാണ്. എന്നാൽ ഒന്ന് വഴങ്ങിയാൽ എല്ലാം കഴുകി വെളുപ്പിച്ചു തരും, വിഘ്നങ്ങളെല്ലാം നീക്കിത്തരും. കേന്ദ്ര രാഷ്ട്രീയ ലോണ്ടറിയിൽ നിന്ന് അലക്കി വെളുപ്പിച്ച് ഇസ്തിരിമാന്മാരായി പുറത്തിറങ്ങിയ ചിലരെ പരിചയപ്പെടാം. ഒന്ന്, അജിത് പവാർ. മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് വായ്പാ ക്രമക്കേടിൽ ഇദ്ദേഹത്തിനെതിരെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അന്വേഷണത്തിന് ഉത്തരവിട്ടു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡിയും കേസെടുത്തു. 2019 നവംബറിൽ മഹാവികാസ് അഘാഡി അധികാരത്തിലെത്തി. അജിത് ഉപമുഖ്യമന്ത്രിയായി. 2020 സെപ്റ്റംബറിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അജിത്തിന് ക്ലീൻ ചിറ്റ് നൽകി. ഇത് ഇഡി ചോദ്യം ചെയ്തു. സർക്കാർ മാറിയതോടെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കേസിൽ തുടരന്വേഷണത്തിന് നിലപാടെടുത്തു. പക്ഷേ കാര്യം നിസ്സാരമായിരുന്നു. അജിത് മറുകണ്ഠം ചാടിയതോടെ അന്വേഷണം തന്നെ സ്വിച്ചിട്ട പോലെ നിലച്ചു. ഇഡിയുടെ കുറ്റപത്രത്തിൽ അജിത്തിന്റെ പങ്ക് വിശദമാക്കുന്നുണ്ടെങ്കിലും കേസിൽ പ്രതിയാക്കിയില്ല. കോൺഗ്രസ് NCP സർക്കാരിൽ അജിത് പവാർ ജലവിഭവ മന്ത്രിയായിരുന്നപ്പോൾ ജലസേചന പദ്ധതികളിൽ ക്രമക്കേട് നടന്ന കേസിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി. 2, ഹസൻ മുഷ്രിഫ്. കുടുംബവുമായി ബന്ധപ്പെട്ട സേനാപതി സാന്താജി ഖോർപ്പടെ പഞ്ചസാര ഫാക്ടറിയുടെയും കമ്പനികളുടെയും പ്രവർത്തനത്തിലെ ക്രമക്കേടിൽ 35 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതിന് ഇഡി കേസെടുത്തു. NDA സർക്കാരിൽ മന്ത്രിയായതോടെ അന്വേഷണം അവസാനിപ്പിച്ചു. 3, പ്രഫുൽ പട്ടേൽ. NCP നേതാവായിരുന്ന പ്രഫുൽ പട്ടേലിനെതിരെ മൻമോഹൻ സർക്കാരിൽ വ്യോമയാന മന്ത്രിയായിരിക്കെ എയർ ഇന്ത്യക്ക് വിമാനം വാങ്ങിയതിൽ CBI കേസെടുത്തു. അജിത് പവാർ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതോടെ അന്വേഷണം എങ്ങോ പോയി മറഞ്ഞു. 4, BS യെദ്യൂരപ്പ. ഭൂമി ഖനന അഴിമതി കേസുകൾ നേരിട്ട യെദ്യൂരപ്പ BJP നേതാക്കൾക്കും ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും കൈക്കൂലി നൽകിയ കണക്കുകളടക്കം പുറത്തു വന്നിരുന്നു. മോദി സർക്കാർ അധികാരത്തിലേറിയതോടെ കണക്കും കേസും എല്ലാം പോയി മറഞ്ഞു. 5, ജ്യോതിരാദിത്യ സിന്ധ്യ. കോൺഗ്രസ് നേതാവായിരിക്കെ ഭൂമി വിൽപ്പനയ്ക്കിടെ കൃത്രിമ രേഖയുണ്ടാക്കിയതിന് സിന്ധ്യയ്ക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ മധ്യപ്രദേശ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കേസെടുത്തു. BJPയിൽ ചേർന്നതോടെ ആ കേസ് പോയ വഴി കണ്ടില്ല. 6, സുവേന്ദു അധികാരി. ബംഗാളിനെ പിടിച്ചുകുലുക്കിയ ശാരദാ ചിട്ടി ഫണ്ട് അഴിമതി കേസിലെ മുഖ്യപ്രതിയാണ് സുവേന്ദു അധികാരി. എന്നാൽ സുവേന്ദു BJPയിൽ എത്തിയതോടെ അന്വേഷകരെ ആ വഴിക്ക് കണ്ടില്ല. 7, ഹിമന്ത ബിശ്വ ശർമ്മ. അസമിലെ കോൺഗ്രസ് നേതാവായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ജലകുംഭകോണം ആരോപിച്ച് BJP വലിയ പ്രചാരണം നടത്തി. ശർമ്മയുടെ അഴിമതികളെ കുറിച്ച് പുസ്തകം തന്നെ രചിക്കപ്പെട്ടു. ജനങ്ങൾ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കെ 2015 BJPയിൽ ചേർന്നു. അഴിമതി ആവിയായി. ആരോപണങ്ങളെല്ലാം പിൻവലിച്ചു. ഗ്രന്ഥകർത്താവും വായനക്കാരും നോക്കി നിൽക്കെ അസം മുഖ്യമന്ത്രിയുമാക്കി. 8, മുകുൾ റോയ്. ശാരദാ ചിട്ടി ഫണ്ട് അഴിമതി കേസിൽ പ്രതി. ബംഗാളിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്നാണ് തൃണമൂൽ നേതാവായിരുന്ന റോയിയെ BJP വിളിച്ചിരുന്നത്. പണം സ്വീകരിക്കുന്ന വീഡിയോ വരെ CBI കണ്ടെത്തി. 2017 നവംബറിൽ BJPയിൽ ചേർന്നതോടെ കേസന്വേഷണം നിലച്ചു. 9, നാരായണൻ റാണെ. ശിവസേനയിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ റാണെ കോൺഗ്രസിലൂടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി. കള്ളപ്പണം വെളുപ്പിക്കലിൽ ED CBI അന്വേഷണത്തിനിടെ 2019 BJPയിൽ ചേർന്നതോടെ അന്വേഷണം അവസാനിപ്പിച്ചു. 10, പേമ ഖണ്ഡു. BJPയിൽ ചേരുന്നതിന് മുൻപ് നിരന്തരം അഴിമതി ആരോപണങ്ങളും ക്രിമിനൽ കേസുകളും പേമ ഖണ്ഡുവിനെതിരെ ഉയർത്തിയിരുന്നു. BJPയിൽ എത്തിയതോടെ എല്ലാം അവസാനിച്ചു. മാത്രമല്ല ഇപ്പോൾ നിലവിൽ അരുണാചൽ മുഖ്യമന്ത്രിയാണ്. മോദി സർക്കാരിന്റെ കാലത്ത് ED അന്വേഷിച്ചവയിൽ ശിക്ഷിക്കപ്പെട്ട കേസുകൾ 0.5% മാത്രമാണ്. മോദി സർക്കാർ അതിന്റെ രാഷ്ട്രീയ എതിരാളികളെ ആദ്യം അടയാളപ്പെടുത്തും. പിന്നീട് അന്വേഷണ ഏജൻസികൾ എത്തും. അഴിമതി വലിയ കോലാഹലമാവും. കള്ളപ്പണം, രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ തകർക്കൽ, പൊതുമുതൽ കവർച്ച, വിദേശ ബന്ധങ്ങൾ, അങ്ങനെ ഓരോന്നായി തെളിഞ്ഞ് നിരന്നു പുറത്തു വരും. പക്ഷെ പേടിക്കേണ്ടതില്ല, കൂടെ നിന്നാൽ മതി. ഏത് കുറ്റവും അലക്കി വെളുപ്പിക്കും, ഏത് പദവിയും കൂടെ വരും. അഴിമതിക്കാരുടെ അലക്കി വെളുപ്പിച്ച ചന്തയിലേക്ക് ക്യൂ നീണ്ടു വരികയാണ്.